ഒരു പെൻസിലിനെ കുറിച്ച് ഒരു കഥ ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. പെൻസിലിനെ നിർമ്മിച്ചിട്ട് ആ മനുഷ്യൻ പെൻസിലിനോട് 5 കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഒന്നാമത് പറഞ്ഞത്, ഓൾവേസ് അലോ യുവർ സെൽഫ് ടു ബി ഹെൽഡ് ഇൻ സംവൺസ് ഹാൻഡ്. നീ എപ്പോഴും ഒരാളുടെ കരങ്ങളിൽ ഒതുങ്ങിയിരിക്കണം, അല്ലെങ്കിൽ ഒരു കാരണവശാലും നിന്നെ ആ വ്യക്തിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല. എന്നോടും നിങ്ങളോടുള്ള ബന്ധത്തിൽ ഇതെത്ര ശരിയാണെന്നറിയാമോ? നമ്മെ നിർമ്മിച്ച, നമ്മെ വീണ്ടും ജനിപ്പിച്ച സർവശക്തനായ ദൈവത്തിന്, കർത്താവായ യേശുക്രിസ്തുവിന് എന്നെയും നിങ്ങളെയും ഉപയോഗിക്കണമെങ്കിൽ ആ കർത്താവിൻ്റെ കരങ്ങളിലെ ഇണങ്ങിയ ആയുധങ്ങളായിട്ട് ഞാനും നിങ്ങളും സമർപ്പിക്കപ്പെട്ട വ്യക്തിയായിരിക്കണം. രണ്ടാമത് ആ പെൻസിലിനോട് പറഞ്ഞത്, യു വിൽ എക്സ്പീരിയൻസ് എ പെയിൻഫുൾ ഷാർപ്പനിങ് ടൈം ടു ടൈം. അതായത് നീ സമയാസമയങ്ങളിൽ വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെ നീ കടന്നു പോകേണ്ടതായിട്ട് വരും. എന്തിനാണ് ആ പെൻസിലിനെ ഇങ്ങനെ വേദനാജനകമായ ഒരു ഷാർപ്പനിങ്ങിലൂടെ, ഒരു മൂർച്ച വരുത്തലിലൂടെ കടത്തിവിടുന്നത്? അല്ലെങ്കിൽ ആ പെൻസിൽ ആരുടെ കരങ്ങളിലാണോ ആ വ്യക്തിക്ക് ശരിയായ നിലയിൽ ആ പെൻസിൽ ഉപയോഗിക്കാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും കണ്ണുനീരും ദുഃഖങ്ങളുമൊക്കെ ചില അവസരങ്ങളിൽ വന്നു ഭവിക്കാറുണ്ട്. പലപ്പോഴും നാം ദൈവത്തോട് ചോദിക്കും, എന്തിനാ ദൈവമേ ഇത്രമാത്രം വേദനാജനകമായ ഈ സാഹചര്യത്തിലൂടെ എന്നെ കടത്തിവിടുന്നതെന്ന്? മറക്കരുത്, ദൈവം നമ്മളെ പണിയുകയാണ്. ദൈവം കൂടുതൽ എന്നെയും നിങ്ങളെയും ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ കടത്തിവിടുകയാണ്. മൂന്നാമത് ആ പെൻസിലിനോട് പറഞ്ഞത്, യു ഹാവ് ദ എബിലിറ്റി ടു കറക്റ്റ് ഓൾ യുവർ മിസ്റ്റേക്സ്. അതായത് നിൻ്റെ ജീവിതത്തിൽ നീ വരുത്തുന്ന ചില തെറ്റുകളൊക്കെ ഉണ്ടല്ലോ, അത് മായ്ക്കുവാനായിട്ട് നിന്നിൽ തന്നെ ഞാനൊരു ക്രമീകരണം ചെയ്തു വെച്ചിട്ടുണ്ട്. ആ പെൻസിലിൻ്റെ ഒരറ്റത്തെ ടിപ്പാണെങ്കിൽ മറുഭാഗത്ത് ഒരു റബ്ബറുണ്ട്. അതേപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളുമൊക്കെ കടന്നു വരാം. എന്നാൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പശ്ചാത്താപത്തോടുകൂടെ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നു കഴിഞ്ഞാൽ ദൈവം വീണ്ടും എന്നെയും നിങ്ങളെയും ഉപയോഗിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാലാമത് ആ പെൻസിലിനോട് പറഞ്ഞത്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ട് ഈസ് നോട്ട് ദ ഔട്ട്സൈഡ് ബട്ട് ദ ഇൻസൈഡ്. പലപ്പോഴും ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാനും നിങ്ങളും ഓടുകയാണ്. എന്നാൽ എൻ്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി ആന്തരികമായിട്ടുള്ള, അല്ലെങ്കിൽ ആത്മീകമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കാറില്ല. അഞ്ചാമതായിട്ട് ആ പെൻസിലിനോട് പറഞ്ഞത്, വേറെവർ യു ഗോ ലീവ് യുവർ മാർക്ക് ഇൻ ദാറ്റ് സർഫസ്. അല്ലെങ്കിൽ നീ എവിടെയൊക്കെ ആയിരുന്നാലും നീ അടയാളമിട്ടുകൊണ്ട് പോവുക. എന്നോട് നിങ്ങളോടുള്ള ബന്ധത്തിൽ അതും എത്രയോ ശരിയാണ്. ഞാനും നിങ്ങളും എവിടെയെല്ലാം ചെല്ലുന്നോ അവിടെയൊക്കെ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ച്, എന്നെ രക്ഷിച്ച എൻ്റെ കർത്താവിനെക്കുറിച്ച്, എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ആ കർത്താവിനെ സാക്ഷിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.